ജിയോഡസിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട തിയറാണ്. എസ് ഒരു എൻ സർഫസാണ് Rn+1. പി സർഫസിലൊരു പോയിൻ്റാണ്. വി എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ടാൻജൻറ്റ് വെക്ടറാണ്. പിയിലുള്ള ഒരു ടാൻജൻറ്റ് വെക്ടർ വി എസ് പിയിലൊരു എലമെൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇൻ്റർവെല്ല് കണ്ടുപിടിക്കാൻ കഴിയും. I കണ്ടെയ്നിങ് 0 ഉൾപ്പെട്ട ഒരു ഇൻ്റർവെൽ. കൂടാതെ ഒരു ജിയോഡസിക്കും കണ്ടുപിടിക്കാൻ കഴിയും. ആൽഫ ഫ്രം I to S ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ആൽഫ 0 P, ആൽഫ ഡോട്ട് 0 V. അതായത് ആ ജിയോഡസിക്ക് പിയിൽ കൂടെ പാസ് ചെയ്യണം. പിന്നെ അവിടുത്തെ പിയിലുള്ള ടാൻജൻറ്റ് വെക്ടർ എന്ന് പറയുന്നത് വി ആയിരിക്കണം. വിയിലുള്ള വെലോസിറ്റി വെക്ടർ ഈ കർവിൻ്റെ വി ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, നമുക്ക് മറ്റൊന്നുണ്ടെന്ന് വിചാരിക്കുക. ബീറ്റ ഫ്രം I tilde to S വേറൊരു ജിയോഡസിക്കാണെന്ന് വിചാരിക്കുക. എസ്സിലുള്ള വേറൊരു ജിയോഡസിക്കാണ്. ഈ കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ബീറ്റ ഓഫ് 0 P ആൻഡ് ബീറ്റ ഡോട്ട് 0 V. അങ്ങനെയാണെങ്കിൽ ഈ I tilde വിൽ ബി കണ്ടെയ്ൻഡ് ഇൻ I. അതായത് I എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഇൻ്റർവെല്ലാണെന്ന് അർത്ഥം. എന്തായിരിക്കണം? ബീറ്റ ടി ഇക്വൽ ടു ആൽഫ ടി ഫോർ ഓൾ ടി എലമെൻറ്റ് ഓഫ് I tilde. ഇതിൽ ഏറ്റവും ചെറിയ ഇൻ്റർവെല്ല് I tilde കണ്ടെയ്ൻഡ് I ആണല്ലോ. അപ്പോൾ കോമൺ ആയി വരുന്ന ഇൻ്റർവെല്ല് ബീറ്റയുടെയും ആൽഫയുടെയും കോമൺ ആയി വരുന്ന ഇൻ്റർവെല്ല് ഇവിടെ I tilde. അതിൽ ബീറ്റയും ആൽഫയും സെയിം ആയിരിക്കണം. ഇത്രയും കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആൽഫ ഈ ജിയോഡസിക്കിനെ മാക്സിമൽ ജിയോഡസിക് ഇൻ എസ് എന്ന് പറയും. പിയിൽ കൂടെ പാസ് ചെയ്യുന്ന വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി ബി ഉള്ള ഒരു മാക്സിമൽ ജിയോഡസിക്കാണ്. നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ജിയോഡസിക്കിനെ ഈ സർഫസിനെ നമ്മൾ എസ് എന്ന് പറയുന്ന ഒരു ലെറ്റർ ഉണ്ട്, നമുക്ക് റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. ലെറ്റ് എസ് ഈസ് ഈക്വൽ ടു സർഫസിനെ എസ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് സി എന്ന് എഴുതാം. വേർ എഫ് ഈസ് എ സ്മൂത്ത് ഫംഗ്ഷൻ f is from Rn+1 to R and C is a fixed element of R, fixed real number. ആ രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ U എന്ന് പറയാം. ഒരു ഓപ്പൺ സെറ്റിൽ ഡിഫൈൻ ചെയ്ത് എന്ന രീതിയിൽ ഒരു U എന്ന് പറയാം. അതായത് നമ്മൾ ഈ എഫ് എന്ന് പറയുന്ന ഒരു U to R, where U is open in Rn+1 എന്ന രീതിയിൽ നമുക്ക് പറയാം. കൂടാതെ നമുക്കിവിടെ എസ് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ഈ സർഫസിൽ സ്മൂത്തായിട്ടുള്ള സർഫസാണ് ഇവിടെ. del f of p റെഗുലർ ആയിട്ടുള്ള സർഫസ്. del f of p not equal to 0 for all p element of S. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു ജിയോഡസിക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ ജിയോഡസിക്കിൻ്റെ കണ്ടീഷൻ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസാണ്. ആ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷന് സൊല്യൂഷൻ ഉള്ളത് ഈ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡൊമൈൻ ഒരു ഓപ്പൺ സെറ്റ് ആവുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ കർവ് ഒരു ഓപ്പൺ സെറ്റിൽ വരുന്ന രീതിയിൽ നമ്മൾ എടുക്കണം. ഒരു ഓപ്പൺ സെറ്റ് ആ രീതിയിൽ നമ്മളൊരു ഓപ്പൺ സെറ്റ് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ
യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും, യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് പോകുന്നതുകൊണ്ട് നമ്മൾ ആ രീതിയിലൊരു ഓപ്പൺ സെറ്റ്, അതായത് എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഓപ്പൺ സെറ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ബൈ കണ്ടിന്യൂറ്റി ഓഫ് ഡെൽ എഫിൻ്റെ കണ്ടിന്യൂറ്റി. ഡെൽ എഫ് കണ്ടിന്യൂസ് ആകാൻ കാരണം എഫ് സ്മൂത്താണ്, അതുകൊണ്ട് എഫിൻ്റെ എല്ലാ ഡെറിവേറ്റീവ്സും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഡെൽ എഫ് കണ്ടിന്യൂസ് ആയത്. ദർ എക്സിസ്റ്റ് an open set U containing S such that del f of p not equal to 0 for all p element of ഈ ഓപ്പൺ സെറ്റ് നമുക്ക് U1 കൊടുക്കുക. ഫോർ ഓൾ പി എലമെൻ്റ് ഓഫ് U1. അപ്പോൾ എസ്സിനെ കണ്ടെയ്ൻ ചെയ്യുന്ന നമുക്ക് ഓൾറെഡി എഫ് യുവിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എഫ് നമ്മൾ ഇവിടെ യുവിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കാം എഫ്. എന്ത് വരുന്ന രീതിയിൽ ഡെൽ എഫ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ആവുന്ന രീതിയിൽ നമുക്ക് എഫ് ഈ യുവിനെ ഈ ഓപ്പൺ സെറ്റിനെ കുറച്ചും കൂടി ചെറുതാക്കാം. വി ക്യാൻ ടേക്ക് u equal to u1. We can by this is obtained by shrinking u to u1. നമുക്ക് ശരിക്കും ഈ രീതിയിലാണ് വരിക. അതായത് ഇവിടെയാണ് നമ്മൾ എസ് എന്ന് വിചാരിക്കുക. ഈ സ്ഥലത്താണ് നമ്മൾ യു ഡിഫൈൻ ചെയ്തിരിക്കുന്ന യു ഇതാണ്, എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന യു ഇവിടെയാണ്. പക്ഷേ യുവിലുള്ള എല്ലാ സ്ഥലത്തും ഡെൽ എഫ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണമെന്നില്ല. എസ്സിലുള്ള എല്ലാ സ്ഥലത്തും ഡെൽ എഫ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എസ്സിൻ്റെ തൊട്ടടുത്ത് നമുക്കിങ്ങനെ ഒരു ഓപ്പൺ സെറ്റ് കാണാം. അവിടെയാണ് നമ്മൾ ഡെൽ എഫിൻ്റെ കണ്ടിന്യൂറ്റി ഉപയോഗിച്ചത്. അവിടെ ഡെൽ എഫ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ അപ്പോൾ നമുക്ക് കിട്ടിയ U1 നമുക്ക് യുന്ന് തൽക്കാലം എളുപ്പത്തിൽ വിളിക്കാം. കൂടാതെ ഇനി നമ്മൾ എന്ത് വെച്ചാൽ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എഫിനെ യുവിൽ നിന്ന് ആറിലേക്കുള്ള ഫങ്ഷനായി കൺസിഡർ ചെയ്യാം. അത് സ്മൂത്തുമാണ്. ഡെൽ എഫ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0, del f of p not equal to 0 for all p element of u. അപ്പോൾ ഇവിടെ ഈ എഫ് എടുക്കുമ്പോഴും എഫ് യഥാർത്ഥത്തിൽ എഫ് യുവിലാണ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ നമ്മൾ എഫിനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു, എഫ് റെസ്ട്രിക്റ്റഡ് ടു u1ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം. എഫ് റെസ്ട്രിക്റ്റഡ് ടു u1ലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ ഈ u1ൽ ഡെൽ എഫ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പം നമ്മൾ എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡൊമൈനിൽ ഡെൽ എഫ് ഓഫ് പി നോട്ട് ഈക്വൽ ടു 0 ആണ്. കൂടാതെ നമ്മൾ എസ് സബ്സെറ്റ് ഓഫ് യു ആയി വരും. ഇനി നമ്മൾ നോർമൽ ഡിഫൈൻ ചെയ്യുന്നു. വി ഡിഫൈൻ നോർമൽ ആസ് n ഈക്വൽ ടു ഡെൽ എഫ് ബൈ നോൺ ഡെൽ എഫ് ആണ് നോർമൽ. അപ്പോൾ വേറൊരു നോർമൽ ഇവിടെ ഉണ്ട്, മൈനസ് ഡെൽ എഫ് ബൈ നോൺ ഡെൽ എഫ്. അത് അങ്ങനെ ആയാലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മൾ തൽക്കാലം ഈ രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്.
So by definition, a parameterized curve alpha from I to S is a geodesic of S if and only if its acceleration alpha dot dot is everywhere perpendicular to S. That's geodesic definition. That is if and only if alpha double dot of T is a multiple of n of alpha of T. കാരണം ആൽഫ ഡബിൾ ഡോട്ട് ടി പെർപെൻഡിക്കുലർ ടു എസ് ആണെന്ന് പറഞ്ഞാൽ എസ് ആൽഫ പെർപ്പിലാണ് ആൽഫ ഡബിൾ ഡോട്ട് ടി ഉള്ളതെന്ന് അർത്ഥം. ഈ എൻ ആൽഫ ടിയും എസ് ആൽഫ ടി പെർപ്പിലുള്ള ഒരു യൂണിറ്റ് വെക്ടറാണ്. അതുകൊണ്ട് ഇതിൻ്റെ സ്കലാർ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇസ് എ സ്കലാർ മൾട്ടിപ്പിൾ ഓഫ് ദിസ് ഫോർ ഓൾ ടി എലമെൻറ്റ് ഓഫ് ഐ. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആവണമെന്നില്ല. അത് ടീയിലുള്ള ഒരു ടി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്കെലാർ മൾട്ടിപ്പിൾ. അപ്പോൾ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്കെലാർ ആയിരിക്കും അത് എന്ന് പറഞ്ഞാൽ ഒരു ഫങ്ഷൻ ഉണ്ട് എന്നർത്ഥം. ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷൻ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ടീക്ക് ഒരു സ്കെലാർ കിട്ടും. അപ്പോൾ ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു റിയൽ വാല്യൂഡ് ഫങ്ഷൻ ഉണ്ട് എന്നർത്ഥം. സോ ദർ എക്സിസ്റ്റ് a function g from I to R such that alpha double dot of t is equal to g of t n of alpha of t for all t element of I. നമുക്ക് എന്താണ് ജി ഓഫ് ടി എന്ന് കാണണം. ജി ഓഫ് ടി എന്താണെന്ന് കാണണം. അതിന് നമുക്ക് രണ്ട് സൈഡിലും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. എൻ ഓഫ് ആൽഫ ടി ആയിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കാം. സോ ടേക്ക് ഡോട്ട് പ്രൊഡക്റ്റ് on both sides with n of alpha t. n of alpha t ആയിട്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കും. അപ്പോൾ നമുക്ക് ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി ഡോട്ട് എൻ ഓഫ് ആൽഫ ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു. ഇനി അതേപോലെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ജി ഓഫ് ടി n of alpha of t dot n of alpha of t എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി. കാരണം നമുക്കറിയാം നോം എൻ ഓഫ് ആൽഫ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1. ഇപ്പോൾ എൻ ഡോട്ട് എന്ന് പറയുന്നത് നോം എൻ സ്ക്വയർ ആണ്. അത് 1 ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് ജി ഓഫ് ടി കിട്ടി. സോ ജി ഓഫ് ടി ഈസ് ഈ കോൺസ്റ്റൻറ്റ് ഫങ്ഷൻ കിട്ടി നമുക്ക്. അതായത് കോൺസ്റ്റൻറ്റ് റിയൽ വാല്യൂഡ് ഫങ്ഷൻ ആൽഫ ഡബിൾ ഡോട്ട് ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി. ഇതാണ് ഫോർ ഓൾ ടി എലമെൻറ്റ് ഓഫ് ഐ. നമ്മൾ ഇക്വേഷൻ നമ്പർ ജിക്കുള്ള എക്സ്പ്രഷനാണിത്. ഇനി ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുക. ഇത് നമ്മളടുത്തത് വീണ്ടും കൺസിഡർ ചെയ്യുന്നു. വി കൺസിഡർ
ആൽഫ ഡോട്ട് n കോമ്പോസിറ്റ് ആൽഫ ഡാഷ് ആൽഫ ഡോട്ട്, അതായത് ഈ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഇതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷനായി. അപ്പോൾ അതിൻ്റെ ഓർഡിനറി ഡെറിവേറ്റീവ് ആണ് ഇത്, അതുകൊണ്ടാണ് ഡാഷ് എന്ന് ഉപയോഗിച്ചത്. ഓഫ് ടി ഈസ് ഈക്വൽ ടു, അപ്പോൾ എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ പ്ലസ് എക്സ് ഡോട്ട് വൈ ഡോട്ട് എന്ന എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു നമുക്ക്, അത് ഇവിടെ ഉപയോഗിക്കാം. സോ ആൽഫ ഡോട്ട് n കോമ്പോസിറ്റ് ആൽഫ പ്ലസ് ആൽഫ ഡോട്ട് n കോമ്പോസിറ്റ് ആൽഫ ഡോട്ട്, which implies alpha dot n composite alpha is equal to, നമ്മൾ ഇതിനുള്ള എക്സ്പ്രഷൻ ഇതെന്താണോ അത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എടുക്കുന്നു. എന്നിട്ട് ബാക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആൽഫ ഡോട്ട് n കോമ്പോസിറ്റ് ആൽഫ ഡാഷ് മൈനസ് ആൽഫ ഡോട്ട് n കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് എന്ന് വരും. പക്ഷെ നമുക്കറിയാം ആൽഫ ഡോട്ട് n കോമ്പോസിറ്റ് ആൽഫ 0 ആണെന്ന് നമുക്കറിയാം. കാരണം ആൽഫ ഡോട്ട് എന്ന് പറയുന്നത് എവിടെയാണ്? എസ് ആൽഫ ടിയിലാണ്. പിന്നെ n കോമ്പോസിറ്റ് ആൽഫ എന്ന് പറയുന്നത് എവിടെയാണ്? എസ് ആൽഫ ടി പർപ്പിലാണ്. അതുകൊണ്ട് അത് തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആൽഫ ഡബിൾ ഡോട്ട് n കോമ്പോസിറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഈ ഭാഗം 0 ആയെന്നതിനർത്ഥം ഇവിടെ ഈ പോർഷൻ ഇതാണ് നമുക്ക് 0 ആകുന്നത്. ഈ ഭാഗം ഇത് 0 ആകുന്നു. അപ്പോൾ നമുക്ക് വരുന്നത് മൈനസ് ആൽഫ ഡോട്ട് n കോമ്പോസിറ്റ് ആൽഫ ഡോട്ട്. ഈ എക്സ്പ്രഷനെ നമുക്ക് ഒന്നുകൂടി മാറ്റിയത്. ഇനി നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഉപയോഗിച്ചാൽ, ഇക്വേഷൻ നമ്പർ 1 ആൽഫ ഡബിൾ ഡോട്ട് n കോമ്പോസിറ്റ് ആൽഫ, അതാണ് ജി. ആൽഫ ഡബിൾ ഡോട്ട് n കോമ്പോസിറ്റ് ആൽഫ. അപ്പോൾ ആൽഫ ഡബിൾ ഡോട്ട് n കോമ്പോസിറ്റ് ആൽഫ, അത് നമുക്ക് വേറൊരു എക്സ്പ്രഷൻ കിട്ടി. സോ ജി ഈസ് ഈക്വൽ ടു മൈനസ് ആൽഫ ഡോട്ട് n കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് ബൈ ഇക്വേഷൻ നമ്പർ 1 ഉപയോഗിച്ച് കിട്ടിയതാണ്. So thus നമുക്ക് മുമ്പത്തെ ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. ആൽഫ ഡബിൾ ഡോട്ട്, ഈ ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ഇക്വേഷൻ ഞാൻ 0 എന്ന് കൊടുക്കുന്നു. ആൽഫ ഡബിൾ ഡോട്ട് ഈക്വൽ ടു ജി n ഓഫ് ആൽഫ ടി എന്നുള്ള എക്സ്പ്രഷൻ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചാൽ ബൈ 0, ഇക്വേഷൻ 0 ഉപയോഗിച്ചാൽ എന്ത് കിട്ടും? അപ്പോൾ അതായത് ജി അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് 1 in 0, ഇക്വേഷൻ 0ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1 എന്ന് പറയുന്നത് 0ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇക്വേഷൻ 1 അല്ല, ഇപ്പോൾ നമുക്ക് എത്തിയിരിക്കുന്ന ഇക്വേഷൻ ജിയോട്ടേക്കുള്ള എക്സ്പ്രഷൻ നമുക്ക് എത്തിയല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് അതായത് ജി ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ജി ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട്
ജി ഇൻ ഇക്വേഷൻ 0. അപ്പോൾ ജിയിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷൻ 0ൽ ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി എന്നാണ്. സോ ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജി ആണത്, ജി ഓഫ് ടി ആണ്. അപ്പോൾ ജി ഓഫ് ടി എന്ന് പറയുന്നത് മൈനസ് ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് ഓഫ് ടി, പിന്നെ എൻ കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി, എൻ കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഇത് ഫോർ ഓൾ ടി എലമെൻറ്റ് ഓഫ് ഐ. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി പ്ലസ് ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് ടി എൻ കോമ്പോസിറ്റ് ആൽഫ ടി എന്ന് വരും, ഈക്വൽ ടു 0 എന്ന് വരും. ഫോർ ഓൾ ടി എലമെൻറ്റ് ഓഫ് ഐ. ഇതിൽ ഈ ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് എന്നുള്ളത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഈ എൻ കോമ്പോസിറ്റ് ആൽഫ എന്നുള്ളത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൽഫ ഈസ് എ ജിയോഡെസിക് if and only if alpha is a geodesic if and only if it satisfies the differential equation. It satisfies the differential equation alpha double dot plus alpha dot n composite alpha dot n composite alpha equal to 0. അപ്പോൾ ഇത് ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ദിസ് ഈസ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ ആൽഫ ആൽഫ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്, ടി ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. കൂടാതെ ഇതെന്തും കൂടിയാണ്, ഇറ്റ് ഈസ് എ വെക്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. വെക്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആൽഫ എന്ന് പറയുന്നൊരു വെക്ടറാണ്. ഇഫ് യു റൈറ്റ്, ഇപ്പോൾ നമ്മളിതിനെ വെക്റ്റർ കോമ്പണൻസിൽ ഇത് എക്സ്പ്രസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും. സിസ്റ്റം ഓഫ് റിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇഫ് യു റൈറ്റ് ആൽഫ ഓഫ് ടി ഈസ് ഈക്വൽ ടു x1 of t etc xn plus 1 of t, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ദിസ് വെക്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്യാൻ ബി റിട്ടൺ ആസ് system of second order ordinary differential equations. അപ്പോൾ ഇത് എങ്ങനെയാണ് നോക്കാം നമുക്ക്. സോ ലെറ്റ് എൻ ജെ ഈസ് ഈക്വൽ ടു 1 2 3 etc n plus 1 are components of n. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് എഴുതാം. ആൽഫ ഡോട്ട് ടി എന്ന് പറയുന്നത് ആൽഫ ടിയിലുള്ള വെക്ടറാണ്. ഡി സ്ക്വയർ x1 ബൈ ഡി ടി സ്ക്വയർ എക്സെട്ര ഡി സ്ക്വയർ xn പ്ലസ് 1 ബൈ ഡി ടി സ്ക്വയർ
എന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ ആൽഫ ഡോട്ട് ടി ഡോട്ട് n കോമ്പോസിറ്റ് ആൽഫ, n കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി എങ്ങനെയാണ് വരുന്നത് നോക്കാം. ദറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഡോട്ട് ഓഫ് ടി, ആൽഫ ടിയിലുള്ള വെക്ടറാണ് ഡി ബൈ ഡി ടി ഓഫ് x1 എക്സെട്ര ഡി ബൈ ഡി ടി ഓഫ് xn+1 ഡോട്ട്, ഇത് ആൽഫ ടിയിലുള്ള വെക്ടറാണ് n1 of x1 x2 etc xn+1 comma etc comma last n+1 of x1 x2 etc xn+1. നമ്മൾ കോമ്പണൻറ്റ് വൈസ് എഴുതിയാൽ ഇതാണ് കിട്ടുക. അപ്പോൾ നമ്മൾ n കോമ്പോസിറ്റ് ആൽഫയും എഴുതി. ഇനി നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക വേണ്ടു. അതിന് n കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് എന്താ വരും നോക്കാം. അത് നമുക്ക് വേണമല്ലോ. n കോമ്പോസിറ്റ് ആൽഫ, നമുക്കിവിടെ n കോമ്പോസിറ്റ് ആൽഫ ഡോട്ടാണ് വേണ്ടത്. ഇവിടെ ഞാനിവിടെ ഇത്രയും കാര്യങ്ങൾക്ക് ഇവിടെ ഡോട്ട് നിട്ടിട്ടുണ്ട്. കാരണം n കോമ്പോസിറ്റ് ആൽഫയും വേണം നമുക്ക്. അപ്പോൾ n കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് മാത്രം നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഇതും ആൽഫ ടിയിലാണ് ഉണ്ടാവുക. ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് n1 എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി x1 ഇൻറ്റു dx1 ബൈ ഡി ടി അതേപോലെ പോകുന്നുണ്ട്. അപ്പോൾ ഡി ബൈ ഡി x1 n1 ഇൻറ്റു dx1 ബൈ ഡി ടി പ്ലസ് എക്സെട്ര പ്ലസ് dn1 by dxn+1 into dxn+1 by dt. ഇതിപ്പോൾ ഒന്നാമത്തേതിന്, അതായത് ഇതിന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇനി നമ്മൾ ലാസ്റ്റിൽ തന്നെ ചെയ്യുന്നുള്ളൂ. എക്സെട്ര എന്നും പറഞ്ഞുകൊണ്ട് ലാസ്റ്റിലത്തേക്ക് പോവാം. എക്സെട്ര ലാസ്റ്റ് dnn+1 by dx1 into dx1 by dt plus etc plus dnn+1 by dxn+1 into dxn+1 by dt. അപ്പോൾ n കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് എന്ന് പറയുന്നത് അതിന് മാറും. നമുക്കിതിൻ്റെ ഒരു സമ്മേഷൻ നൊട്ടേഷനിൽ എഴുതാം നമുക്ക്. സോ ദിസ് ഈസ് ഈക്വൽ ടു, നമുക്ക് സമ്മേഷൻ, ഈ സമ്മേഷൻ എഴുതുമ്പോൾ ഇവിടെ x1 ആയി ഇവിടെ നോക്കിയാൽ മതി. ഈ സമ്മേഷനിൽ ഇവിടെ x1, അടുത്തത് x2, അങ്ങനെ അത്. അപ്പോൾ അത് നമുക്കൊരു xk വെച്ച് വാരി ചെയ്യിക്കാം, ഒരു k വെച്ച് വാരി ചെയ്യിക്കാം. ഈ സമ്മേഷനിൽ k ആണ് നമ്മളെ വേരിയബിളായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ദറ്റ് ഈസ് ഈക്വൽ ടു, ആൽഫ ടി തന്നെയുള്ള വെക്ടറാണത്. ആദ്യത്തേതിന് ഇങ്ങനെയാണ് സമ്മേഷൻ k ഈസ് ഈക്വൽ ടു 1 to n+1 d by d xk
ഇൻറ്റു dxk ബൈ dt അപ്പോൾ ഇത് n1 ആണിത് n1 എല്ലാ തവണയും n1 ആണ് നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് വിത്ത് റെസ്പെക്ട് x1 വിത്ത് റെസ്പെക്ട് x2 അതും കൂടി ആഡ് ചെയ്യുന്നു. അത് കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് നിങ്ങൾ n2 ചെയ്യും. അങ്ങനെ എക്സെട്ര ലാസ്റ്റ് സമ്മേഷൻ k ഈസ് ഈക്വൽ ടു 1 to n plus 1 d by dxk ലാസ്റ്റ് ടേമാണ് nn plus 1 ഇൻറ്റു dxk by dt. ഇതാണ് n കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് ഓഫ് ടി. ഇപ്പോൾ ഇനി ഇത് നോക്കാം. ആൽഫ ഡോട്ട് n കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് ദറ്റ് ഈസ് ഈക്വൽ ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ആൽഫ ഡോട്ട് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അതും ഇതും തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ വീണ്ടും കോമ്പണൻറ്റ് വൈസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അപ്പോൾ ഒരു സമ്മേഷൻ കൂടി വരും. നമുക്ക് എഴുതി നോക്കാം. സമ്മേഷൻ നമുക്ക് അവിടെ ജെ വെച്ച് വരിയിക്കാം. j is equal to 1 to n plus 1 dxj by dt. ഓരോ കോമ്പണൻറ്റ് jth കോമ്പണൻറ്റ് നമ്മൾ ആൽഫ ഡോട്ടിൻ്റെ jth കോമ്പണൻ്റായി വരുന്നത് dxj by dt ആണ്. ഇനി n കോമ്പോസിറ്റ് ആൽഫ ഡോട്ടിൻ്റെ jth കോമ്പണൻ്റ് എടുക്കണം. അത് തമ്മിൽ പ്രൊഡക്റ്റ് എടുത്ത് അങ്ങനത്തെ പ്രൊഡക്റ്റുകളുടെ സം എടുക്കുന്നു. അത്രയേ ഉള്ളൂ ഡോട്ട് പ്രൊഡക്റ്റ്. അത് വരുന്ന ഇതിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൽ nj വരുന്നു മാത്രം, വേറൊരു വ്യത്യാസമില്ല. അപ്പോൾ ഇവിടെ സമ്മേഷൻ k ഈസ് ഈക്വൽ ടു 1 to n plus 1. അപ്പോൾ ഇത് ഈ സമ്മേഷൻ്റെ ഉള്ളിലത്തെ വേറൊരു സമ്മേഷനാണ് dnj ബൈ dxk into dxk by dt. ഈ സമ്മേഷൻ്റെ ഉള്ളിൽ വരുന്ന വേറൊരു സമ്മേഷൻ. അപ്പോൾ ഡബിൾ സം ആണ് വരുന്നത്. അപ്പോൾ സമ്മേഷൻ j, k is equal to 1 to n plus 1 ഈ dnj by dxk എന്നുള്ളത് ആദ്യം എഴുതാം. നമുക്ക് dnj by dxk എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതി. ഓഫ് x1 x2 എക്സെട്ര xn plus 1 എന്ന് വേണമെങ്കിൽ എഴുതാം. ഇൻറ്റു ഇനി ബാക്കിയുള്ളത് ഇവിടെ ഒരു dxj by dt ഉണ്ട്, ഇവിടെ ഒരു dxj by dt ഉം dxk by dt ഉണ്ട്. അത് രണ്ടും d ഡോട്ട് പ്രൊഡക്റ്റ് ഒന്നല്ല ഇൻറ്റു, കാരണം ഇതിപ്പോൾ സ്കേലാറിലേക്ക് എത്തി. നമ്മൾ dxj by dt ഇൻറ്റു dxk by dt. ഇനി നമ്മൾ വീണ്ടും നമ്മൾ ഇക്വേഷൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലല്ല ഒരു ടേമിൽ ഉണ്ടായിരുന്നത് ഈ രീതിയിലായിരുന്നു. ആൽഫ ഡോട്ട് n കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് ദിസ് ടൈം n കോമ്പോസിറ്റ് ആൽഫ എന്നായിരുന്നു നമുക്ക് വന്നത്. ദിസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ സമ്മേഷൻ j, k ഈസ് ഈക്വൽ ടു 1 to n plus 1 dnj by dxk into dxj by dt into dxk by dt. ഇതൊരു സ്കേലാറാണ് വരിക. ഈ സമ്മേഷനിലുള്ളത് ഒരു സ്കേലാറാണ്. ഇനി ഇപ്പുറത്ത് വരുന്നത് വെക്റ്റർ n1 n2 എക്സെട്ര n plus 1.
അപ്പോൾ നമ്മുടെ ജോയിനിങ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു ആൽഫ ഡബിൾ ഡോട്ട് പ്ലസ് ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഈക്വൽ ടു 0 becomes എന്തായി മാറും ആൽഫ ഡബിൾ ഡോട്ട് എന്നുള്ള സ്ഥലത്ത് വരുന്ന ടേം എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ഐ. അതായത് നമ്മൾ ഇതിൻ്റെയൊക്കെ ith ടേം എടുക്കുക, ടേക്ക് ith ടേം. അപ്പോൾ ith ടേം ഐ, ഇതിൻ്റെ ith ടേം എന്ന് പറയുന്നത് ഡി സ്ക്വയർ എക്സ് ഐ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഇതിൻ്റെ ith ടേം, ഈ സമ്മേഷൻ്റെ ith ടേം എന്ന് പറയുന്നത് ഇവിടെ ഇത് തന്നെ വരും. ഇതൊരു വെക്ടറാണ്. ഈ വെക്ടറിൻ്റെ ith ടേം എന്ന് പറയുമ്പോൾ ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി, അതുകൊണ്ട് ഇത് അതുപോലെ തന്നെ വരും. ഇതിൻ്റെ ith ടേം എന്ന് പറയുന്നത് എൻ ഐ. അപ്പോൾ സമ്മേഷൻ ജെ കെ ഈസ് ഈക്വൽ ടു 1 to n plus 1 dnj by dxk dot dxj by dt into dxk by dt. ഇത് വേണമെങ്കിൽ സ്കെയിലാർ കാണിക്കാൻ ബ്രാക്കറ്റിലിടാം. എൻ ഐ ഓഫ് x1 x2 etc xn equal to 0 for I is equal to 1 2 3 etc n. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ദിസ് ഈസ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്കിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ഐ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സമ്മേഷൻ ജെ കെ ഈസ് ഈക്വൽ ടു 1 to n plus 1. ഇനി ആ എൻ ഐ എന്നുള്ളത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. എൻ ഐ ഓഫ് x1 x2 etc xn plus 1. ഇനി ബാക്കിയുള്ളത് ആ സ്കെയിലാർ ക്വാണ്ടിറ്റി ഇവിടെ അതേപോലത്തെ എഴുതുന്നു. ഡി എൻ ജെ ബൈ ഡി എക്സ് ജെ ഇൻറ്റു ഡി എക്സ് ജെ ബൈ ഡി ടി ഇൻറ്റു ഡി എക്സ് കെ ബൈ ഡി ടി ഈക്വൽ ടു 0. ഇതാണ് സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. ഇതിന് നമുക്ക് 2 എന്ന് കൊടുക്കാം. ഇതിന് 2 എന്ന് കൊടുത്താൽ പിന്നെ നമ്മൾ വേറെ നമ്പറൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് 3 എന്ന് കൊടുക്കാം. ലാസ്റ്റ് കിട്ടിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ I is equal to 1 2 3 etc n plus 1. അപ്പോൾ ഇതൊരു n plus 1 ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. We consider this system of differential equation with initial condition xi of 0 equal to pi and d by dt dxi by det of 0 equal to vi, where നമ്മൾ കോമ്പണൻറ്റ് വൈസ് ഈ കണ്ടീഷൻ കൊടുക്കുന്നത് നമ്മൾ where p is equal to p1 p2 etc pn plus 1 and വെക്റ്റർ v എന്ന് പറയുന്നത് പിയിലുള്ള വെക്റ്ററാണ്. v1 v2 etc vn plus 1. ഇവിടെയാണ് നമ്മൾ സിസ്റ്റം ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് ദിസ് ഇനീഷ്യൽ കണ്ടീഷൻ നമുക്ക് 4 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു ആൻഡ് സൊല്യൂഷൻ ഈസ് യുണീക്ക്. then by existence
theorem of solution of differential equation. There exists an open interval I1 such that x1t ഇതാണ് നമ്മുടെ സൊല്യൂഷൻ, x2t എക്സെട്ര xn plus 1 of t is a solution of I1 interval about 0. I1 is an open interval about 0. So this is a solution of differential equation 3 with initial condition 4. ഇതാണ് സൊല്യൂഷൻ. അങ്ങനെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ഇൻ്റർവെല്ലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇഫ് യു ടേക്ക് ബീറ്റ equal to x1 of t, beta t equal to beta t is equal to x1 of t, x2 of t, etc. xn plus 1 of t. അങ്ങനെയാണെങ്കിൽ ബീറ്റ ഒരു ജിയോഡസിക്കാണ് എന്നർത്ഥം. കാരണം ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എത്തിയത് ആൽഫ നമ്മളൊരു ജിയോഡസിക്കായി എടുത്തിട്ടാണ്. ആൽഫയുടെ കോമ്പണൻസ് ആണ് x1 x2 എക്സെട്ര xn plus 1. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കിട്ടി. ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ സൊല്യൂഷൻ കിട്ടി. അപ്പോൾ നേരെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മളൊരു കർവ് ഡിഫൈൻ ചെയ്താൽ അതൊരു ജിയോഡസിക്കായിരിക്കും. If I take beta equal to this, then there exists an open interval I1 about 0, I1 about 0, and there exists a solution beta 1 from I1 to u about 0, ഇവിടെ ഇതിന് ബീറ്റ 1 എന്ന് കൊടുക്കാം. നമുക്ക് പേര് ബീറ്റ 1 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബീറ്റ 1 ഫ്രം I1 to u about 0, satisfying the conditions beta 1 0 is equal to x1 0, x2 0, etc. xn plus 1 0. പക്ഷേ ഇത് എന്താണ്? x1 0 എന്ന് പറഞ്ഞാൽ p1 ആണ്. p1 p2 എക്സെട്ര നമുക്ക് pn plus 1. ഇത് കോമ്പണൻ്റ് ആയത് p എന്ന് പറയുന്ന പോയിൻറ്റിലാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു p. ആൻഡ് അതേപോലെ ബീറ്റ 1 ഡോട്ട് 0 ഈക്വൽ ടു x1 dot 0, x2 dot 0, etc. xn plus 1 dot 0, that is equal to പിയിലുള്ള ഒരു വെക്ടറാണിത്. v1 v2 etc. vn plus 1 is equal to vector v.
ഒരു വെക്ടർ വി എന്ന് പറയുന്ന വെക്ടർ കിട്ടും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കിട്ടി. ഇങ്ങനത്തെ ഒരു β1, അതിന് β1 നമ്മൾ കൊടുത്തത് അങ്ങനെ ഒന്നുണ്ട് എന്ന് കിട്ടി. നമുക്കതുപോലെ നമുക്ക് ആ മാക്സിമാലിറ്റിയിലേക്ക് പോകണം. അതിന് നമുക്ക് നമുക്ക് യുണീക്നെസ് പാർട്ട് ഉപയോഗിക്കാം ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ. അത് നമ്മൾ അടുത്ത ചെയ്യുന്നത്. വി നോ ദാറ്റ് അപ്പോൾ എക്സിസ്റ്റൻസ് പാർട്ടായി we know that by uniqueness part of differential equation of part of the theorem of solution of differential equation 2 നമുക്ക് 3 with 4 അല്ലേ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ 3 with initial condition 4 the solution is unique. Solution unique ആണ്. That is if, ഇപ്പോൾ യുണീക്ക്നെസ് പറയുന്ന ഈ രീതിയിലാണ് നമ്മൾ. that is if β2 from I2 to U is another solution of 3 with 4 വേറെ സൊല്യൂഷനാണെന്ന് വിചാരിക്കാം. സാറ്റിസ്ഫൈ ഈ സാറ്റിസ്ഫൈ എന്ന് കൊടുത്തത് 4 ആണ് ശരിക്കും. ഇത് 4 ഒന്നും കൂടി പറയാണ്. β2 of 0 equal to P and β2 dot of 0 is equal to V. Then β1 of t is equal to β2 of t for all t element of I1 intersection I2. അപ്പോൾ നമുക്കിനി ഇങ്ങനെ ഒരു ഐ കിട്ടും. ഈ തരത്തിലുള്ള എല്ലാ സൊല്യൂഷൻ്റെ ഡൊമൈൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ യൂണിയൻ എടുക്കുന്നു. ഈ തരത്തിലുള്ള എല്ലാത്തിൻ്റെയും യൂണിയൻ എടുക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഐ ഉണ്ടാക്കുന്നത്. സോ ലെറ്റ് ഐ ഈസ് ദ യൂണിയൻ ഓഫ് all domains of solutions of differential equation 3 with initial condition 4. എല്ലാം എടുക്കുക നമ്മൾ. അതെങ്ങനെ മാപ്പ് ചെയ്യുന്നു? വിച്ച് മാപ്സ് 0 to P and initial velocity V ആവുന്ന രീതിയിൽ. അപ്പോൾ ഐ ആണ് നമ്മൾ എടുക്കുന്നത്. ദെൻ there exist. അപ്പോൾ ഈ ഐയിൽ നമുക്കൊരു ആൽഫ ഡിഫൈൻ ചെയ്യാൻ കഴിയും. അപ്പോൾ അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു I1 ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് β1, I2 β2 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ I1 യൂണിയൻ I2 നമുക്കൊരു പുതിയ കർവ് ഡിഫൈൻ ചെയ്യാം. I1 അങ്ങനെയാണോ ആ കർവ്, അത്
അപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുമ്പോൾ ആൽഫയാണെങ്കിൽ ഓൺ I1 ആൽഫ ഈക്വൽ ടു ബീറ്റ 1, ഓൺ I2 ആൽഫ ഈക്വൽ ടു ബീറ്റ 2, ആ രീതിയിൽ. ഇപ്പം നമുക്കതൊന്ന് നോക്കി എഴുതി നോക്കാം, രണ്ടെണ്ണം വെച്ചിട്ട് കാണിക്കാം. Then there exists a unique solution. And there exists a unique solution alpha from I to U of 3 satisfying for that is alpha 0 equal to P and alpha dot 0 is equal to V. ഇത് കിട്ടുന്ന ഈ രീതിയിലാണ്. ആൽഫ ഇസ് ഈക്വൽ ടു ബീറ്റ 1 ഫോർ ഓൾ ഗുഡ് ആൽഫ ടി. ആൽഫ ടി ഇസ് ഈക്വൽ ടു ബീറ്റ 1 ടി ഫോർ ഓൾ ടി എലമെൻറ്റ് ഓഫ് I1. And this is equal to beta 2t for all t element of I2. അപ്പോൾ നമുക്ക് രണ്ടെണ്ണേ ഉള്ളൂ എങ്കിൽ അങ്ങനെയാണെങ്കിൽ ആൽഫ ക്യാൻ ബി എ ഫങ്ഷൻ ഫ്രം I1 യൂണിയൻ I2 എന്നുള്ളൊരു ഫങ്ഷനായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ടു യുവിലേക്കാണല്ലോ ഡിഫൈൻ ചെയ്യുന്നത്, യുവിലേക്കുള്ള ഫങ്ഷനായിട്ട് ഡിഫൈൻ ചെയ്യാം. വേറൊരു കാര്യം, I1 ഇൻ്റർസെക്ഷൻ I2 നമുക്ക് അതും കൂടി അറിയാത്തതുകൊണ്ട് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് ബീറ്റ 1 ഈക്വൽ ടു ബീറ്റ 2 അല്ലെങ്കിൽ ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് അല്ലാണ്ടാവും ഓൺ I1 ഇൻ്റർസെക്ഷൻ I2. അങ്ങനെ എത്ര എണ്ണം ഉണ്ടെങ്കിലും, ഇപ്പം ബീറ്റ 1 ബീറ്റ 2 അതായത് I1 I2 ഉള്ള കാര്യമാണ് പറഞ്ഞത്, എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്കൊരു I ഗാമ എന്നും പറഞ്ഞിട്ട് എത്ര ആർബിട്രേറ്റ് ഉണ്ടെങ്കിലും അതിലൊക്കെ ഇതേ രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. കാരണം അതിൻ്റെയൊക്കെ ഇൻ്റർസെക്ഷനിൽ ഈ സൊല്യൂഷൻസ് ഒക്കെ സെയിം ആയിരിക്കും. രണ്ടെണ്ണം മാത്രം എടുത്തിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. Then this is maximal. Then this is maximal. അതുകൂടി ഒന്ന് പറഞ്ഞാലും മതി. അത് പറയണം അങ്ങനെയാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, സോ ഇഫ് മാക്സിമാലിറ്റി പറയാൻ വേണ്ടി, സോ ഇഫ് ബീറ്റ ഈസ് ഫ്രം I tilde ടു U ഈസ് എനി solution of 3 with 4, then വളരെ ക്ലിയർ ആയ ഒരു കാര്യം, നമ്മളെല്ലാ സൊല്യൂഷൻ്റെയും ഇൻ്റർസെക്ഷൻ എടുത്തിട്ടാണ് I ഉണ്ടാക്കിയത്. അതുകൊണ്ട് തീർച്ചയായും I tilde എല്ലാ സൊല്യൂഷൻ്റെയും ഡൊമൈൻ്റെ യൂണിയൻ എടുത്തിട്ടാണ് I ഉണ്ടാക്കിയത്. അതുകൊണ്ട് I tilde എന്നുള്ളതും ഈ അതിൻ്റെ കോമ്പണൻറ്റിൽ വരും. I tilde ഈസ് കണ്ടെയ്ൻഡ് എന്നത് ക്ലിയറാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡെഫിനേഷൻ ഓഫ് I ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ആൻഡ് അതുകൊണ്ട് തന്നെ ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ റെസ്ട്രിക്റ്റഡ് ടു I tilde. കാരണം ഇതിൽ ഏതിലാണോ ചെറുത് അതിൽ ബീറ്റയും ആൽഫയും, ആൽഫ ഒരു സൊല്യൂഷനാണ്, ബീറ്റ ഒരു സൊല്യൂഷനാണ്. ഇതിൽ ഏതിലാണോ ചെറുത് അതിൽ ഇത് രണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ അവിടെ ഉപയോഗിച്ചത് യൂണീക്ക്നെസ് ഓഫ് സൊല്യൂഷൻസ്, രണ്ട് സെയിം ആയിരിക്കും. സോ നമ്മളെ കൺക്ലൂഷൻ, സോ ദിസ് alpha from I to U ഇത് ആൽഫ I to യുയിലേക്കാണ്. ആൻഡ്
എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് യു. പക്ഷെ നമുക്ക് വേണ്ടത് എന്താ, ഈ ആൽഫ ആക്ച്വലി എസ്സിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നതെന്ന് വേണം നമുക്ക്. നോ വി ഹാവ് ടു ഷോ ദാറ്റ്. show that alpha is actually maps I to S. എസ്സിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി പ്രൂവ് ചെയ്യേണ്ട ഭാഗം ഇതാണ്. ആൽഫ ആക്ച്വലി മാപ്സ് ടു I to S. സോ ദി കൺക്ലൂഷൻ ഈസ്, അപ്പോൾ അതും കൂടി പ്രൂവ് ചെയ്താൽ ദെൻ സോ ദിസ് ആൽഫ വിൽ ബി റിക്വയർഡ് മാക്സിമൽ ജിയോഡസിക് ഓൺ എസ്. ഇതായിരിക്കും നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള നമുക്ക് വേണ്ട ജിയോഡസിക് ഇതായിരിക്കും. അപ്പോൾ അത് പ്രൂവ് ചെയ്യണേ. സോ ടു പ്രൂവ് ദാറ്റ് ആൽഫ ഈസ് എ കർവ് ഓൺ എസ്. ഇപ്പം കിട്ടിയ ആൽഫ ഉണ്ടല്ലോ, അത് എസ്സിലുള്ള ഒരു കർവാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിലാണ് പ്രൂവ് ചെയ്യുന്നത്. എവറി സൊല്യൂഷൻ alpha from I to U of 2 അല്ല, നമ്മളിവിടെ 3 ആണ്, of 3 satisfy alpha dot n composite alpha equal to 0. കാരണം എന്താ, അതൊരു ജിയോഡസിക്കാണ്. ആൽഫ സൊല്യൂഷൻ ഒരു ജിയോഡസിക്കാണ്. സോ ആൽഫ എന്ന് പറയുന്നത് സൊല്യൂഷൻ ഈസ് എ ജിയോഡസിക് എന്ന് പറയുകയാണ് നമ്മൾ. സൊല്യൂഷൻ ഓഫ് 4, സോ 4 അല്ല 3 ഈസ് എ ജിയോഡസിക്. അപ്പോൾ ജിയോഡസിക്കിലാണ് ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫയ്ക്ക് പെർപെൻഡിക്കുലർ ആവുന്നത്. അതൊന്നും നമുക്ക് പ്രൂവ് ചെയ്യുകയും ചെയ്യാം. കാരണം ഇത് യഥാർത്ഥത്തിൽ ഓൺ യുവിലിത് ആവുന്നത്, നമ്മൾ അത് എസ്സിലേക്ക് ഇവിടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. സോ നൗ ടു പ്രൂവ് ദിസ്, ഏതാ പ്രൂവ് ചെയ്യുന്നതെന്ന് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ സൊല്യൂഷൻ ജിയോഡസിക് ആണ് എന്നുള്ള കാര്യം നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പ്രൂവ് ചെയ്യുമ്പോൾ വി ഹാവ് ആൽഫ. നമ്മൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത കാര്യം തന്നെയാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫയുടെ ഡെറിവേറ്റീവ് 0 ആണെന്ന് പ്രൂവ് ചെയ്യും. അതുകൊണ്ട് ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഒരു കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. ആ കോൺസ്റ്റൻ്റ് 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. അതോടുകൂടി നമ്മൾ റിക്വയർഡ് ആൻസറായി. പക്ഷെ ഇത് നമുക്കറിയാം, ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ പ്ലസ് ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഡോട്ട്. ഇത് നമ്മൾ നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തൊരു റിസൾട്ട് നമ്മൾ ഉപയോഗിച്ചാൽ ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫയ്ക്ക് നേരത്തെ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾ നമ്പർ എഴുതിയിട്ടുണ്ടോ നോക്കാം.
നമ്മൾ അതിനൊരു നമ്പർ എഴുതിയിട്ടില്ല. ഇതാണ് ആ എക്സ്പ്രഷൻ. ഇതാണ് എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ നമ്മൾ ഉപയോഗിക്കാം. അത് ഈ ആൽഫ ഡബിൾ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫയ്ക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം നമ്മളിനി. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ പ്ലസ് ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഡോട്ട് എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ക്യാൻസൽ ചെയ്യും, 0. അപ്പോൾ ഇത് രണ്ടും ഈക്വലാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഉപയോഗിച്ചത്. അത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ നമ്പർ നമ്മൾ കോൾ ചെയ്യുന്നില്ല. നമ്മൾ നമ്പറായിട്ട് എഴുതിയിട്ടില്ല. ജീൻ്റെ ഡെഫിനിഷനിലായിരുന്നു നമ്മളത് ചെയ്തത്, ജിക്കുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കുമ്പോൾ. സോ ദിസ് ഇംപ്ലൈസ് ഇത് 0. അപ്പോൾ എന്തായി? ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഈസ് എ കോൺസ്റ്റൻറ്റ് എലോങ് ആൽഫ. ഇതൊരു കോൺസ്റ്റൻറ്റ് എലോങ് ആൽഫയാണ്. പക്ഷേ നമുക്ക് 0-ൽ ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ 0-ൽ ഇവാലുവേറ്റ് ചെയ്യുന്നു. ആൽഫ ഡോട്ട് 0 ഡോട്ട് എൻ composite alpha of 0, that is alpha dot 0 dot n of alpha of 0. ഇത് v ആണ്, ഇത് n of p ആണ്. നമുക്കറിയാം this is equal to 0 കാരണം v element of sp ആണ്, v element of sp and n of p perpendicular to sp. ഈ രണ്ട് കാര്യം ഉള്ളത് കൊണ്ട് നമുക്കത് 0 എന്ന് കിട്ടി. അതുകൊണ്ട് this implies ഒരു കോൺസ്റ്റൻ്റ് ആണ്, അത് 0 ആണ്, ഒരു പോയിന്റിൽ അത് 0 ആണ്. so this constant must be 0. ഈ കോൺസ്റ്റൻറ്റ് 0 ആയിരിക്കണം. ദാറ്റ് ഈസ് ആൽഫ ഡോട്ട് എൻ കോമ്പോസിറ്റ് ആൽഫ ഈക്വൽ ടു 0 ഫോർ ഓൾ ടി എന്ന് വരും. ഒന്നുമില്ല, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചത്. അതിലേക്ക് ഞാൻ തിരിച്ചു പോയത്രയേ ഉള്ളൂ. ഒന്നും കൂടി അത് ചെയ്തു. സോ ഇനിയാണ് നമ്മളത് ഇത് എങ്ങനെ ഉപയോഗിക്കുന്നത് നോക്കാം. സോ എഫ് കോമ്പോസിറ്റ് ആൽഫ ഡാഷ് ഓഫ് ടി ഈക്വൽ ടു നോക്കുക. ഇത് ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടി. ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ പലതവണ മുമ്പ് ചെയ്തതാണ്. ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടി ഡോട്ട് ആൽഫ ഡോട്ട് ഓഫ് ടി, ചെയിൻ റൂൾ. ഇനി ഡെൽ ആൽഫ ഓഫ് ടി നമ്മൾ n ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇതിനുള്ള എക്സ്പ്രഷൻ ഈ രീതിയിൽ എഴുതുക. നോം ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടി ഇൻറ്റു n ഓഫ് ആൽഫ ഓഫ് ടി ഡോട്ട് ആൽഫ ഡോട്ട് ഓഫ് ടി, alpha dot of t, that is equal to ഈ നോം ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടി ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി നമുക്ക് കോമൺ ആക്കി എടുക്കാം, പുറത്തേക്ക് എടുത്തിട്ട് ഇത് എൻ ഓഫ് ആൽഫ ഓഫ് ടി ഡോട്ട് ആൽഫ ഡോട്ട് ഓഫ് ടി എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു നോം ഡെൽ എഫ് ഓഫ് ആൽഫ ഓഫ് ടി. ഇവിടെ ആൽഫ ഡോട്ട് എവിടെയാണുള്ളത്? എസ് പിയിലാണുള്ളത്, എസ് ആൽഫ ടിയിൽ. ഇത് എൻ ഉള്ളത് എസ് ആൽഫ ടി പർപ്പിലാണുള്ളത്. ദറ്റ് ഈസ് ദിസ് ഇൻറ്റു 0 കാരണം ആൽഫ ഡോട്ട് ടി ബിലോങ്സ് ടു എസ് ആൽഫ ടി ആൻഡ് എൻ ആൽഫ ടി ബിലോങ്സ് ടു
എസ് ആൽഫ ടി പർപ്പിൾ. So this is equal to 0 for all t. ഇത് 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മീനിങ് this implies that f composite alpha is a constant. It is a constant എന്ന് കിട്ടി. പക്ഷേ നമുക്കറിയാം ഒരു പോയിന്റിൽ ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം. എഫ് കോമ്പോസിറ്റ് ആൽഫ ഓഫ് 0 നമുക്കറിയാം. ദറ്റ് ഈസ് എഫ് ഓഫ് ആൽഫ ഓഫ് 0 ആണ്, അത് എഫ് ഓഫ് പി ആണ്, അത് സി ആണ്. അതുകൊണ്ട് ആ കോൺസ്റ്റൻറ്റ് നമുക്ക് കിട്ടി. ദിസ് ഇംപ്ലൈസ് ദാറ്റ് എഫ് കോമ്പോസിറ്റ് ആൽഫ ഓഫ് ടി ഈക്വൽ ടു സി ഫോർ ഓൾ t element of I. This implies that f of alpha of t equal to c for all t element of I. This implies that alpha of t belongs to S. f ഏതൊക്കെ എലമെൻറ്റിനെയാണോ സിയിലേക്ക് മാപ്പ് ചെയ്യുന്നത് അതിൻ്റെ കളക്ഷനാണ് എസ്. എഫ് ഇൻവേഴ്സ് സി ആണല്ലോ എസ്. For all t element of I, since f inverse c is equal to S. This implies that image alpha എന്താണ് കിട്ടിയത്? image alpha is contained. This implies that image alpha ശരിക്ക് f inverse സിയിലാണുള്ളത് എന്നർത്ഥം. ദറ്റ് ഈസ് ഈക്വൽ ടു എസ്. ഇമേജ് ആൽഫ ഈസ് കണ്ടെയ്ൻഡ് ഇൻ എസ് എന്ന് കിട്ടി. അതാണ് സോ ആൽഫ ഈസ് ആക്ച്വലി മാപ്പ് ഫ്രം ഐ ടു യു അല്ല, യുവിൻ്റെ സബ്സെറ്റായ എസ്സിലേക്ക് ഉള്ളൂ എന്നർത്ഥം. ഈസ് ആക്ച്വലി എ മാപ്പ് ഫ്രം. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ ഉണ്ടായിരുന്നത്.